ഹായ്, ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് പ്രോബ്ലമാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. ട്രാൻസ്ഫോർമേഷൻ യൂസിങ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതായത് ചിലപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിൽ പ്രോബ്ലം ചെയ്യും. അതായത് അപ്രോപ്രിയേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്യാൻ സംടൈംസ് ട്രാൻസ്ഫോം എ സീരീസ് ഇൻ ടു എ മോർ ഫെമിലിയർ ഫോം. ശരിയല്ലേ? അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തെ നമ്മൾ ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് അറിയാവുന്ന ഒരു സീരീസ് കൊണ്ട് ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താറുണ്ട്. ഓക്കെ, ഇനി പർട്ടിക്കുലർ നമ്മൾ കൂടുതലായി ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീരീസ് വിത്ത് ദി ടേംസ് ദാറ്റ് കണ്ടെയ്ൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആയ സൈന് കോസ് ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അത്തരം കേസുകളിൽ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും എന്ന് പറയുന്നത് ക്യാൻ ഓഫൺ ബി സംഡ് ബൈ യൂസ് ഓഫ് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ. ട്രിഗണോമെട്രിക് സീരീസ് വരുന്ന പ്രോബ്ലത്തെ നമ്മൾ കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ കോംപ്ലക്സ് എക്സ്പോണൻഷ്യലും ട്രിഗണോമെട്രിക്കും തമ്മിലുള്ള റിലേഷൻ. നമുക്ക് ആദ്യം നോക്കണം. നിങ്ങൾ ഇ റൈസ് ടു ഐ തീറ്റ നിങ്ങൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ മെമ്മറി സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇ റൈസ് ടു ഐ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നൊരു റിലേഷൻ ഉണ്ട്. ഓക്കെ, ഇതൊരു കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ അല്ലേ? എക്സ്പോണൻഷ്യൽ അതായത് പവറിൽ വന്നിരിക്കുന്ന ആരാണ്? കോംപ്ലക്സ് നമ്പർ ഐ തീറ്റ ആണ് വന്നിരിക്കുന്നത്. ഇതിനാണ് കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് എഴുതാൻ സാധിക്കും. ഇത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിൽ എഴുതി വരും. നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ് സം ദ സീരീസ് എസ് ഓഫ് തീറ്റ ഈക്വൽ ടു 1 പ്ലസ് കോസ് തീറ്റ പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ഇവിടെ കോസ് ആണ്, ക്വസ്റ്റ്യൻ തെറ്റിപ്പോയതാണ്, കോസ് 3 തീറ്റ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിനെ സോൾവ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതൊരു ട്രിഗണോമെട്രിക് ആണല്ലോ. അപ്പോ ഇവിടെ ഉപയോഗിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കിയേ, ഈ 1 പ്ലസ് ഇ റൈസ് ടു ഐ തീറ്റ പ്ലസ് ഇ റൈസ് ടു ഐ 2 തീറ്റ പ്ലസ് ഇ റൈസ് ടു ഐ 3 തീറ്റ പ്ലസ് എക്സെട്ര അതെന്ന് വെച്ചാൽ എന്താണ്? 1 വരെ 1 തന്നെ. ഇ റൈസ് ടു ഐ തീറ്റയ്ക്ക് വരെ നമ്മൾ എന്ത് എഴുതും? കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എഴുതും. ഓക്കെ, പ്ലസ് ഇ റൈസ് ടു ഐ 2 തീറ്റ, തീറ്റയുടെ സ്ഥാനത്ത് എന്ത് തോന്നുന്നു? 2 തീറ്റ. അപ്പൊ നമ്മൾ എന്ത് എഴുതും? കോസ് 2 തീറ്റ പ്ലസ് ഐ സൈൻ 2 തീറ്റ എഴുതും. പ്ലസ് ഇ റൈസ് ടു ഐ 3 തീറ്റ നമ്മൾ എങ്ങനെ എഴുതും? കോസ് 3 തീറ്റ പ്ലസ് ഐ സൈൻ 3 തീറ്റ പ്ലസ് എക്സെട്ര നമുക്ക് എഴുതാൻ സാധിക്കുമല്ലോ. ഓക്കെ, പ്രശ്നമില്ലല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്താൽ ഇതിന് 1 ഫാക്ടോറിയൽ ഉണ്ട്, ഇതിന് 2 ഫാക്ടോറിയൽ ഉണ്ട്, ഇതിന് 3 ഫാക്ടോറിയൽ കൊണ്ടായിരിക്കുന്നു. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന് 1 ഫാക്ടോറിയലും ഇതിന് 2 ഫാക്ടോറിയലും ഇതിന് എന്തുകൊണ്ട് 3 ഫാക്ടോറിയൽ കൊണ്ടായിരിക്കണമല്ലോ. അതാണ് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. എങ്കിൽ 1 പ്ലസ് ഇ റൈസ് ടു ഐ തീറ്റ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ഇ റൈസ് ടു ഐ 2 തീറ്റ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ഇ റൈസ് ടു ഐ 3 തീറ്റ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര നമ്മൾ എങ്ങനെ എഴുതും? 1 പ്ലസ് കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് കോസ് 2 തീറ്റ പ്ലസ് ഐ സൈൻ 2 തീറ്റ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് കോസ് 3 തീറ്റ പ്ലസ് ഐ സൈൻ 3 തീറ്റ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര നമുക്ക് എഴുതാൻ സാധിക്കുമല്ലോ. ഓക്കെ, ശരിയാണല്ലോ. ഇനി അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇ റൈസ് ടു ഐ എൻ തീറ്റയെ നമുക്ക് ഇ റൈസ് ടു ഐ തീറ്റ ഹോൾ റൈസ് ടു എൻ എന്ന് എഴുതാം. ഓക്കെ, അത് നമുക്ക് എഴുതാം. ഇത് ഓർത്തിരിക്കുക. എങ്കിൽ ഇതിനെ ഈ LHS ഞാൻ എങ്ങനെ മാറ്റി എഴുതുന്നു? 1 പ്ലസ് ഇ റൈസ് ടു ഐ തീറ്റ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ഇ റൈസ് ടു ഐ 2 തീറ്റ ഞാൻ എങ്ങനെ എഴുതുന്നു? ഇ റൈസ് ടു ഐ തീറ്റ ഹോൾ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ഇ റൈസ് ടു ഐ 3 തീറ്റ ഞാൻ എങ്ങനെ എഴുതുന്നു? ഇ റൈസ് ടു ഐ 3 തീറ്റ ഹോൾ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് എഴുതുന്നു. ഓക്കെ, ഈ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മുടെ ക്വസ്റ്റ്യനും ഇയാളും തമ്മിലുള്ള ബന്ധം നോക്കിയേ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാല് 1 പ്ലസ് കോസ് തീറ്റ ബൈ 1 ഫാക്ടോറിയൽ എഴുതുന്നുള്ളൂ പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 ഫാക്ടോറിയൽ കോസ് 3 തീറ്റ ബൈ 3 ഫാക്ടോറിയൽ. ആ ടൈം നമ്മൾ ഇപ്പൊ എഴുതിയിരിക്കുന്നത് ഉണ്ടോ നോക്കിയേ. 1 പ്ലസ് കോസ് തീറ്റ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് കോസ് 2 തീറ്റ ബൈ 2 ഫാക്ടോറിയൽ കോസ് 3 തീറ്റ ബൈ 3. ആ ടേം ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ഇവിടെ എടുക്കാത്ത ടൈം എന്താണ്? മിച്ചം കിടക്കുന്ന ടൈം എന്താണ്? ഒരു ഐ സൈൻ തീറ്റ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ഐ സൈൻ 2 തീറ്റ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് ഐ സൈൻ 3 തീറ്റ ബൈ 3. ഈ ഐ വരുന്ന ടേമുകളാണ് നമ്മൾ ഇവിടുന്ന് എടുക്കാതിരിക്കുന്നത്. അപ്പൊ എടുത്ത ടേമിന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും പറഞ്ഞില്ലേ? എങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കാം? നമ്മുടെ ക്വസ്റ്റ്യനെ വേണമെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം?
നമ്മുടെ ക്വസ്റ്റ്യൻ ഇല്ലേ 1 plus cos theta by 1 factorial plus cos 2 theta by 2 factorial plus cos 3 theta by 3 factorial etc. അല്ലേ? അത് നമുക്ക് വേണമെങ്കിൽ എന്ത് വിളിക്കാം? റിയൽ പാർട്ട് ഓഫ് 1 plus e raised to I theta by 1 factorial plus e raised to I theta square by 2 factorial plus e raised to I 3 theta cube by 3 factorial plus etc. നമുക്ക് അങ്ങനെ എഴുതാലോ. ഓക്കെ, ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ആളെന്ന് ശ്രദ്ധിച്ചു നോക്കി. ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ആള് നമുക്ക് പരിചയമുള്ള ഒരാളുടെ ഫോമിലാണ്. നിങ്ങൾക്ക് 1 plus x by 1 factorial plus x square by 2 factorial plus x cube by 3 factorial അയാൾ ആരാന്നറിയാം. ഞാൻ വേണമെന്ന് എഴുതാം. നിങ്ങൾക്ക് 1 plus x by 1 factorial plus x square by 2 factorial plus x cube by 3 factorial plus etc. ഇത് ആരാണെന്ന് അറിയാം? e raised to x ആണെന്ന് അറിയാം. എങ്കിൽ ഈ ബ്രാക്കറ്റ് വന്നിരിക്കുന്നത് എന്തുവാണ്? 1 plus e raised to I theta by 1 factorial e raised to I 3 theta square by 2 factorial plus etc. എന്താണ് ഇതുമായിട്ടുള്ള വ്യത്യാസം? എക്സിന്റെ സ്ഥാനത്ത് e raised to I theta വന്നു. സോ നമുക്ക് അതിനെ എങ്ങനെ മാറ്റി എഴുതാം? എക്സിന്റെ സ്ഥാനത്ത് e raised to I theta എന്ന് എഴുതിയാൽ മതി, ശരിയല്ലേ? സോ e raised to I theta എന്ന് എഴുതാം. സോ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനെ നമ്മളപ്പോ എന്ത് വിളിച്ചു? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ പാർട്ട് ഓഫ് e raised to I theta. ശരിയല്ലേ? നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തി. ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ പാർട്ട് ഓഫ് e raised to I theta. ഇതാണ് റിയൽ പാർട്ട് ഓഫ് e raised to I theta. ഇനി ഇതിന് നമുക്ക് എഴുതാം e raised to I theta എങ്ങനെ എഴുതണം നമ്മൾ പറഞ്ഞ ആദ്യം. e raised to I theta എന്ന് വെച്ച് കഴിഞ്ഞാൽ cos theta plus I sin theta. എങ്കിൽ e raised to I theta എന്ന് വെച്ച് കഴിഞ്ഞാൽ cos theta plus I sin theta. ഇവിടെ വന്നിരിക്കുന്നത് എന്താ? ഇവിടെ വന്നിരിക്കുന്നത് e raised to I theta. സോ നമ്മൾ എഴുതി റിയൽ പാർട്ട് ഓഫ് അവിടെ തന്നെ നിർത്തി. e raised to I theta നമ്മൾ എങ്ങനെ മാറ്റി? cos theta plus I sin theta എന്ന് എഴുതി. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു റിയൽ പാർട്ട് ഓഫ് നമ്മൾ e raised to x plus y ഞാൻ നമ്മൾ മാറ്റി എഴുതാം. നമ്മൾ സാധാരണ വേണ്ട, ഇവിടെ എഴുതുന്നില്ല, കുറച്ചുകൂടെ മാറ്റി എഴുതാം. നമ്മൾ സാധാരണ e raised to x plus y e raised to x into e raised to y എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇങ്ങനെ പ്രോഡക്റ്റ് ആക്കി എഴുതാൻ സാധിക്കും. ന്യൂമറൽ ഈ പവറിൽ സം വരുന്നതിനെ നമ്മൾ എക്സ്പോണൻഷ്യൽ ഉപയോഗിച്ച് പ്രോഡക്റ്റ് ആക്കി എഴുതാൻ സാധിക്കും. എങ്കിൽ നമ്മൾ ഇവിടെ അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് എഴുതും? e raised to cos theta into e raised to I sin theta നമ്മൾ എഴുതി. ഇതിവിടെ e raised to cos theta നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. അതൊരു എന്താ റിയൽ പാർട്ടാണ്. സോ e raised to cos theta നമ്മൾ പുറത്തെടുത്തു. ഇനി റിയൽ പാർട്ട് ഓഫ് e raised to I sin theta. e raised to I theta നമ്മൾ എങ്ങനെ എഴുതും? cos theta plus I sin theta. എങ്കിൽ e raised to I sin theta നമ്മൾ എങ്ങനെ എഴുതും? cos thetaക്ക് വരെ എന്ത് ഉപയോഗിക്കണം? sin theta. സോ cos sin theta plus I sin theta. അതാണ് ഈ കിട്ടിയിരിക്കുന്നത് e raised to cos theta into റിയൽ പാർട്ട് ഓഫ് ഇത്. അപ്പം ഇതിന്റെ റിയൽ പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് മാത്രമേ ഉള്ളൂ? ഈ cos theta sin theta മാത്രമേ ഉള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യും? e raised to cos theta into cos sin theta. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പുസ്തകത്തിൽ പൊതുവെ ഈ e raised to cos theta എന്ന് എഴുതുന്നതിന് പകരം അവർ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ എന്താണ്? എക്സ്പോണൻഷ്യൽ cos theta എന്നാണ് എഴുതുന്നത്. നിങ്ങൾ ഇത് ഏതാണോ നിങ്ങൾ ഉപയോഗിച്ച് ചെയ്യാം അത് ഉപയോഗിക്കുക. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഓർമ്മയിൽ സ്കൂളിലൊക്കെ ഇങ്ങനെയാണ് എഴുതുന്നത്, ഞാൻ പഠിപ്പിക്കുന്ന എഴുതുന്നത് തോന്നുന്നവരാണ് ഇങ്ങനെ എഴുതുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഈ എക്സ്പോണൻഷ്യൽ എഴുതിയാലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ രീതി എഴുതിയാലും തെറ്റില്ല. ഓക്കെ, താങ്ക് യു.